നേഴ്സിംഗ് ഒരു സെക്സ്വലൈസ്ഡ് പ്രൊഫഷനാണെന്നും, അതായത് ലൈംഗികവൽക്കരിക്കപ്പെട്ട ഒരു ജോലിയാണെന്നും, അതുപോലെ തന്നെ നേഴ്സുമാരുടെ വസ്ത്രം ഇപ്പോഴും കൊളോണിയൽ രീതിയിലുള്ളതാണെന്നും, അത് ഇന്ത്യനൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചുവെന്നും ഈ വിഖ്യാത നടിയും അതുപോലെ തന്നെ MP-യുമായ ഈ കങ്കണ റണാവത്ത് പറഞ്ഞത് വളരെയേറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. ചിലരെല്ലാം അവരെ ആക്ഷേപിക്കുന്നു, ചിലർ അവരെ അനുകൂലിക്കുന്നു. എന്തായാലും അവർ ദുരുദ്ദേശത്തോടെയൊന്നും അല്ല അത് പറഞ്ഞത് എന്നുള്ളതാണ് വസ്തുത. അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. അതിനു പുറമെ നേഴ്സുമാർ അവരുടെ ജോലി അമിതമായിട്ട് ജോലി ചെയ്യുന്നു, എന്നാൽ അതനുസരിച്ചുള്ള സാലറിയോ ആനുകൂല്യങ്ങളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. അതിനെല്ലാം മാറ്റം വരണം. അതുപോലെ തന്നെ അർഹമായ അംഗീകാരവും ബഹുമാനവും അവർക്ക് ലഭിക്കണം. ഇതൊക്കെ വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ പറഞ്ഞ രീതി സെക്സ്വലൈസ്ഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ അത് വിവാദമായി മാറി. അപ്പം ഈ നേഴ്സുമാരെ ഒരു സെക്സ്വലൈസ്ഡ് ആയിട്ട് കാണുന്നത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം പോലീസുകാരിയെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ സെക്സ്വലൈസ്ഡ് ആയിട്ട് കാണാൻ പറ്റുമോ? പുറമേ നിന്നാൽ ഏത് സ്ത്രീയും അങ്ങനെ തന്നെ കാണാൻ പറ്റും. പക്ഷേ ആ വസ്ത്രത്തിൽ നിൽക്കുമ്പോൾ സെക്സ്വലൈസ്ഡ് ആയിട്ട് കാണുന്ന എത്ര പേരുണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ ചെല്ലുന്ന പ്രതികൾ, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരു പ്രതിയും ഒരു പോലീസുകാരിയെ അല്ലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ സെക്സ്വലായിട്ട് നോക്കാൻ സാധ്യത വളരെ കുറവാണ്, പ്രതിയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്ന. അതുപോലെ തന്നെ ആശുപത്രിയിൽ ചെല്ലുന്ന ഒരു രോഗിയും നേഴ്സിനെ സെക്സ്വലായിട്ട് നോക്കാനുള്ള സാധ്യത കുറവാണ് രോഗിയാണെങ്കിൽ. രോഗിയല്ലാത്തവർ നോക്കാം. അത് എന്ന് കരുതിയത് ഇല്ല, ഇത് ഹ്യൂമൻ നേച്ചറാണ്, ഇല്ലാതെ നമ്മൾ പറയുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടെങ്കിൽ അതിന് മാറ്റം ആവശ്യവുമുണ്ട്. അപ്പോൾ അവരെ കല്ലെറിയേണ്ടതില്ല. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, അവർ അഭിനയിക്കുന്ന ഭാരത് ഭാഗ്യവിധാത എന്നൊരു സിനിമ, അത് ഈ മുംബൈ ഭീകരാക്രമണത്തെ പറ്റിയാണ്. ആ ഭീകരാക്രമണത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ ഈ മാഡം കാമ ആശുപത്രിയിൽ, ബോംബെയിൽ, അപ്പോൾ ആശുപത്രിയിലെ ജീവനക്കാരും നേഴ്സുമാരും ഒക്കെ കൂടി രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഒരു നേഴ്സായിട്ടാണ് ഇവർ വേഷമിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ നേഴ്സിങ്ങിനെ പറ്റി സംസാരിക്കുന്നത്, നേഴ്സുമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. അപ്പോൾ അതിനൊരു മാറ്റം ആവശ്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ സെക്സ്വൽ എന്നുള്ള ആ ഒരൊറ്റ വാക്കിൽ കാര്യങ്ങൾ വിവാദമായി മാറി. നമ്മുടെ നാട്ടിലതാണല്ലോ. വേറെ ഏത് കാര്യം പറഞ്ഞാലും അത് വിവാദമായി എന്ന് വരില്ല. പക്ഷേ ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ ഈ നേഴ്സുമാരുടെ വേഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നുകിൽ സാരി ഉടുക്കുന്നവർ, അല്ലെങ്കിൽ വെള്ള പാൻസും ഷർട്ടും ഇടുന്നവർ, അങ്ങനെയൊക്കെയാണ് നേഴ്സുമാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് കാലത്ത് ഈ വെളുത്ത കാലുറയും മിനി സ്കർട്ടും ഒക്കെ ഇട്ടാണ് നേഴ്സുമാർ. ആ രീതിയിലായിരുന്നു. അവരെ കാണുമ്പോൾ തന്നെ ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു. ആ സ്ഥിതി ഒന്നും ഇപ്പോഴില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഈ ഷർട്ട് ഈ പലപ്പോഴും നീല നിറമായിരിക്കും, അല്ലെ ഗ്രീൻ കളറായിരിക്കും. അങ്ങനെയുള്ള ഷർട്ടുകളാണ് ഇടുന്നത്. പാൻറ്റാണെങ്കിലും ആ തരത്തിലുള്ള പാൻറ്റും ഷർട്ടും ഇടുന്നു. അപ്പോൾ അതിന് വലിയ ഒരു ഗ്ലാമർ ലുക്കൊന്നും കാണുന്നില്ല, സെക്സ്വലൈസ്ഡ് കോണ്ടെക്സ്റ്റ് ഒന്നും കാണുന്നില്ല. നമ്മുടെ നാട്ടിലും അത് അംഗീകരിക്കാവുന്നേ ഉള്ളൂ. ഡോക്ടർമാരും ആശുപത്രിയിലുള്ളവരെല്ലാവരും ഏതെങ്കിലും ആ തരത്തിലുള്ള യൂണിഫോം ഇടുന്ന ഒരു സമ്പ്രദായം വരണം. ഇതിപ്പം ഡോക്ടർമാരും മറ്റും വലിയ പുള്ളികളായിട്ട് അവർക്ക് യൂണിഫോം ഒന്നും വേണ്ട, അവർക്ക് ഏത് രീതിയിലും വരാം, വലിയ ഗ്ലാമറസ് ആയിട്ട് വരാമെന്നുള്ള ഒരു സ്ഥിതി ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. ഒരു കമ്പാരിസൺ വരുന്നു. ഇവിടെ ഡോക്ടർമാരും സാധാരണ നിലയിൽ അങ്ങനത്തെ ഡ്രസ്സ്, നേഴ്സുമാരും ഒക്കെ ഏകദേശം ഒരേപോലെയുള്ള യൂണിഫോമുകളാണ് ഇടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവിൽ ഞാൻ കണ്ടെടുത്തോളം. അപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ നേഴ്സുമാരുടെ ഈ പ്രശ്നങ്ങൾ, ഈ വസ്ത്രധാരണത്തിൽ ഉള്ള മാറ്റങ്ങൾ, അത് തീർച്ചയായിട്ടും മോഡേണൈസ് ചെയ്യണം, അത് ഇന്ത്യനൈസ് ചെയ്യണം. അതിലൊരു തെറ്റുമില്ല. ഉപകാരപ്രദമായ ഈ ചുരിദാറും ഷർട്ടും ഒക്കെ എത്രയോ നല്ല വേഷങ്ങളാണ്. അത് ഏറ്റവും ഈസിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ആ ജോലിയോട് നീതി പുലർത്താൻ കഴിയുന്ന വേഷങ്ങളാണ്. നേരെ മറിച്ച് സാരി അത്ര ഗുണകരമാണോ എന്ന് അറിഞ്ഞുകൊണ്ട്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സാരി ഉടുത്ത ഒരു സിസ്റ്ററാണെങ്കിൽ അവർക്ക് എത്ര കണ്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഡ്രസ്സിന് ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ്സിന് പ്രാധാന്യമുണ്ട്. പക്ഷേ ആ ഡ്രസ്സിനെ ഇങ്ങനെ ഒരു സെക്സ്വലൈസ്ഡ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആശുപത്രിക്ക് പുറത്ത് പോകുമ്പോൾ അവർ ഈ ഡ്രസ്സിൽ സാധാരണ പോകാറുമില്ല. വളരെ ചുരുക്കമായിട്ടാണ് അങ്ങനെ പോകാറുള്ളത് കാണുന്നതും. എന്തായാലും അത് നേഴ്സുമാരുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ളൊരു ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണകരമായൊരു കാര്യം. അങ്ങനെ ഈ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ പരാമർശം വഴിതെളിച്ചുവെങ്കിൽ അത് നല്ലത് തന്നെയാണ്. നേഴ്സുമാർക്ക് മറ്റേതൊരു ജോലിയും പോലെയാണ് ഈ നേഴ്സിംഗ് ജോലിയും, അല്ലെ ആശുപത്രിയിലെ ജോലികളൊക്കെ തന്നെ. ആശുപത്രിയിലെ ജോലികൾ
വാർഡ് ബോയ് മുതൽ ഈ നിലം തുടയ്ക്കുന്ന ആൾ വരെ എത്രയോ പ്രധാനപ്പെട്ട ജോലിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ശമ്പളം കുറഞ്ഞവനെ നമ്മൾ താഴേക്കിടയിലുള്ളവനായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം. അതാണല്ലോ ഒരാൾ ചെയ്യുന്ന ജോലി. ഇപ്പം അമേരിക്കയിൽ ഒരു തോട്ടിപ്പണി ചെയ്യുന്ന ആളുകൾ, തോട്ടിപ്പണി മീൻസ് അങ്ങനെയുള്ള അത് പിന്നെ ഇപ്പോൾ ഈ ലാട്രിൻ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അവരും എത്രയോ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരില്ലെങ്കിലത്തെ സ്ഥിതി എന്താവും? അപ്പോൾ അങ്ങനെ ആ ജോലിക്ക് ഇന്ന ജോലിയാണ് മഹത്വമുള്ളത്, മറ്റേ ജോലിക്ക് മഹത്വമില്ല എന്നുള്ളൊരു ചിന്താഗതി അമേരിക്കയിലില്ല. ഇന്ത്യയിൽ അതുകൊണ്ട് താനും. അതെങ്ങനെയാണോ വന്നത് അറിഞ്ഞുകൊണ്ട് ചില ജോലിക്ക് മാത്രം പ്രാധാന്യം, ഡോക്ടറുടെ ജോലിക്ക് പ്രാധാന്യം, നഴ്സിൻ്റെ ജോലിക്ക് പ്രാധാന്യമില്ല. ഡോക്ടറുടെ ജോലിക്ക് ഈ നല്ല ഡോക്ടർമാരെ നോക്കിയാണ് പലരും പല ആശുപത്രികളിലും പോകുന്നത്. ഇപ്പം നേഴ്സുമാരെ നോക്കിയല്ല ആശുപത്രിയിൽ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഡോക്ടറുടെ വൈദഗ്ധ്യത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണേണ്ടതില്ല. പക്ഷേ ആ ഡോക്ടർക്ക് വൈദഗ്ധ്യം കാണിക്കണമെങ്കിൽ അതിനുള്ള സഹായവും സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നത് കൂടെ നിൽക്കുന്ന മറ്റു ജോലിക്കാരാണ്, നേഴ്സുമാരും മറ്റ് സ്റ്റാഫും. അപ്പോൾ ഇവരില്ലെങ്കിൽ ഡോക്ടർക്ക് തന്നെ ഒന്നും ആവുകയുമില്ല. അപ്പോൾ അർഹിക്കുന്ന അംഗീകാരം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം പിന്നെ അവർ പറഞ്ഞത് തെറ്റല്ല. പിന്നെ അവരുടെ ആ പരാമർശം പിന്നെ നമ്മൾ വളച്ചൊടിക്കുകയും വേണ്ട എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഈ തൃശ്ശൂരിൽ പല 2 ആശുപത്രികൾ, തൃശ്ശൂരിൽ തൃശ്ശൂർ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട ജൂബിലി, അമല, ഈ 2 ആശുപത്രികളിൽ ഇപ്പോഴും നേഴ്സുമാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാസങ്ങളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു ശമ്പള വർധനവിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെയോ മറ്റോ അവർക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായെന്ന് പറയുന്നു. എന്തൊരു സങ്കടകരമായൊരു കാര്യമാണ്. നേഴ്സുമാർ സമരം ചെയ്യുന്നു. അവർ ലേബർ ഓഫീസിലോ മറ്റോ കലക്ടറേറ്റിൽ ചെന്നപ്പം അവിടെ തടിച്ചുകൂടി എന്തോ അവിടെയാണ് പിന്നെ ലാത്തിച്ചാർജ് ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ കരിദിനവും പണിമുടക്കമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ എന്തൊരു സങ്കടകരമായൊരു കാര്യമാണ്. ഈ കത്തോലിക്ക സഭയുടെ ഭാഗമാണ് ഈ ആശുപത്രികൾ. അപ്പോൾ ആ ആശുപത്രികൾ ഈ സമരം ചെയ്യുന്നതിൽ ഒരു 90% നേഴ്സുമാരും കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് വന്നവരുമാണ്. അപ്പോൾ ന്യായമായിട്ടും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സഭാ അധികൃതർ മുന്നോട്ട് വരേണ്ടതല്ലേ. അപ്പോൾ അതിന് എന്തൊക്കെയോ ന്യായങ്ങൾ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് കേട്ടു. എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ സത്യാവസ്ഥയൊന്നും. മറ്റാശുപത്രികൾക്കില്ലാത്ത പ്രശ്നം ഈ 2 ആശുപത്രികൾക്ക് എന്താണുള്ളത്? അപ്പോൾ അത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നേഴ്സുമാർ മാത്രമല്ല, ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ, മറ്റ് ജോലിക്കാരുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പം മറ്റു വിഭാഗങ്ങളെയൊക്കെ അവഗണിക്കാനാവില്ല. പക്ഷേ അത് എല്ലാ ആശുപത്രികളിലും ഇതേ പ്രശ്നം ഉള്ളതാണല്ലോ. അപ്പോൾ അതിൽ UNA ആണ് സമരം നടത്തുന്നത്. അതിൻ്റെ നേതാവ് ജാസ്മിൻ ഷാ മുസ്ലിമാണ് എന്നുള്ളതാണ് ഒരു ആക്ഷേപം പറയുന്നതിന്. അയാൾ മുസ്ലിമോ? അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ മുസ്ലിം ആയാലും ബിൻ ലാദൻ ആയാലും നമുക്കെന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ഈ പറയുന്നതും ചോദിക്കുന്നതും ന്യായമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം. ന്യായമായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളത് അത് ഏതൊരു മുതലാളിയുടെയും ഏതൊരു തൊഴിലുടമയുടെയും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതിന് തൊടുന്യായങ്ങൾ കണ്ടെത്തുന്നതിൽ ഒരർത്ഥവുമില്ല. ഇല്ലാത്ത പ്രശ്നങ്ങൾ വഷളാക്കുക, ലാത്തിച്ചാർജ് ഉണ്ടാവുക, അപ്പോൾ കൂടുതൽ സമരങ്ങളുണ്ടാവുക, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുക. അത് ശരിയാണോ? അതുപോലെ തന്നെ ഈ നേഴ്സിങ്ങിന് ഒരർഹമായ അംഗീകാരം നമ്മുടെ സമൂഹത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഈ ആശുപത്രികളൊക്കെ അംഗീകാരം കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഈ നേഴ്സുമാരിൽ പലരും വരുന്നത് ഈ കുറച്ച് 6 മാസം അല്ലെ 1 വർഷം കൊണ്ട് അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് നേടുക, എന്നിട്ട് അടുത്ത ഫ്ലൈറ്റിന് ഗൾഫിലേക്ക് പോവുക, അല്ല അമേരിക്കയ്ക്ക് പോവുക. ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് ആശുപത്രികളും ഇവരുടെ ആനുകൂല്യം കൂട്ടിക്കൊടുക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ എത്ര കാലം നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവുമുണ്ട്. അപ്പോൾ ഇത് ഈ സ്ഥിരം നിൽക്കുന്ന നേഴ്സുമാരും അതുപോലെ തൽക്കാലത്തേക്ക് വരുന്നവരും ഇവർ തമ്മിലുള്ള ഒരു വ്യതിരിക്തത, ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടെത്തണം. സ്ഥിരം നിൽക്കുന്ന നേഴ്സുമാർ അവർ സ്ഥിരമായ ഒരു ജോലി ചെയ്യുന്നവരാണ്. അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകേണ്ടതുണ്ട്. മറ്റവർ ഇൻറ്റേൺഷിപ്പിന് വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഈ തൃശ്ശൂരിലെ ആ പ്രശ്നം കയ്യോടെ തീർക്കണം. ഇത് സഭയ്ക്കും എല്ലാവർക്കും നാണക്കേട് തന്നെയാണ്.